നമ്മുടെ ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കുനാഫ പുഡിംഗാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് കുനാഫ വെർമസലിയാണ്. നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ഈ ഒരു ടൈപ്പ് വെർമസലിയാണ്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. കൈ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് എടുത്താൽ മതി. 200 ഗ്രാം അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി, ഞാനിവിടെ ഒരു 10 രൂപയുടെ പാക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കറ്റ് പൊടി അല്ലെങ്കിൽ നമുക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ അളന്ന് ചേർത്താലും മതിയേ. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയോട് ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും പാൽപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുക്കുന്നത്. മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈവച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും കൊടുക്കണ്ട, ലോ ഫ്ലെയിമിലും കൊടുക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി ഒന്നൊരു 10 മിനിറ്റ് ടൈം ഒന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഒരു 5 മിനിറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സും പിസ്താഷ്യം ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എന്താണുള്ളത് അതെടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു നട്ട്സൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒരു 5 മിനിറ്റ് ടൈമും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങ് കരിഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു രീതിയിലേക്ക് ആ ഒരു കളർന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് മാറ്റി കൊടുക്കാവേ. ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാനിലെ ചൂട് കൊണ്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ വേറൊരു ട്രേയിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെയർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സൈസ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെർമസലി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് കേട്ടോ, വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു കസ്റ്റേർഡിൻ്റെ മിക്സാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1/2 കപ്പ് പാലൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കപ്പളവ് 250 ml ആണ്. കൂടെ തന്നെ നമ്മൾ മധുരത്തിനായിട്ട് കണ്ടൻസർ മിൽക്കും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരം പോലെ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മധുരത്തിലാണെങ്കിൽ അത്യാവശ്യം മധുരത്തിലാണ് കേട്ടോ കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ മിക്സറിനുള്ള ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ച ഉടനെ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇനി ഒന്ന് കൈ മാറ്റാതെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലവറും ഒക്കെ എടുത്തിട്ടുള്ളത് തന്നെ പെട്ടെന്ന് അങ്ങ് തിളച്ച് തിക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നന്ന് തിക്കായിട്ട് ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 1/2 മിനിറ്റ് ടൈമും കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്, എന്നാലൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു വെർമസലിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മൊത്തത്തിൽ കൊടുക്കേണ്ട പകുതിയാണ് നമ്മൾ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച ഉടനെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടോപ്പിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതെന്ന് ബാക്കി വെർമസലിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഏറ്റവും ടോപ്പിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്, കുറച്ച് മതി. ബാക്കി മൊത്തത്തിൽ നമ്മൾ വെർമസലി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം പെട്ടെന്നങ്ങ് ചെയ്തോളണം, അല്ലെങ്കിൽ കസ്റ്റാർഡിൻ്റെ മിക്സ് പെട്ടെന്നങ്ങ് തിക്കായി പോകും കേട്ടോ. എന്നിട്ട് ടോപ്പിലേക്ക് നമ്മൾ ആ ഒരു ബാക്കി വെർമസലി കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ ടോപ്പിലേക്ക് കുറച്ച് പിസ്താഷ്യോടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒരു ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് വെച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. അപ്പം നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ അന്നേ ദിവസം എടുക്കാതെ പിറ്റേ ദിവസം എടുക്കണം കേട്ടോ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. എന്താ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ സെറ്റായൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ലെയറും പിന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ലെയറും പിന്നെ അത്യാവശ്യം നമ്മളിതിലേക്ക് ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്